മുട്ടുവേദനയുള്ളവരിലെ പ്രധാന പ്രശ്നമാണ് നടക്കുമ്പോൾ മുട്ടിനുള്ളിൽ ഉണ്ടാവുന്ന വേദന, മുട്ട് മടക്കുന്ന സമയത്തുണ്ടാവുന്ന വേദന, അല്ലെങ്കിൽ പടികൾ കയറാനും ഇറങ്ങാനുമുള്ള ബുദ്ധിമുട്ട്. ഇത് ചെറുപ്രായത്തിൽ മാത്രം ഉണ്ടാവുന്നതല്ല. മുട്ടിനുള്ളിലെ കാർട്ടിലേജിന് ഉണ്ടാവുന്ന വെയർ ആൻഡ് ടയർ കാരണമോ, ലിഗമെന്റ്സിന് ഉണ്ടാവുന്ന ഇൻസ്റ്റബിലിറ്റി കാരണമോ, അല്ലെങ്കിൽ മസിൽസിന് ഉണ്ടാവുന്ന ഇംബാലൻസ് കൊണ്ടും മുട്ടിനുള്ളിൽ നീര് വരുന്നത് കൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ വരാം. ഇതിനെ നമുക്ക് ക്രോണിക് നീ പെയിൻ അല്ലെങ്കിൽ ഡീജനറേറ്റീവ് നീ എന്ന് പറയാം. തുടക്കത്തിൽ ചെറിയ വേദനയായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ തുടങ്ങുന്നതെങ്കിലും പിന്നീട് പടികൾ കയറുമ്പോഴുള്ള പേടി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ജനറൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റഡ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ സർജറി ഒഴിവാക്കി ആധുനിക നോൺ സർജിക്കൽ ടെക്നിക്സ് വഴി ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന രീതിയാണ് വെൽഫൈൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പിറ്റേറ്റീവ് മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ തെറാപ്പി, ക്ലാസ് 4 റോബോട്ടിക് ലേസർ തെറാപ്പി, അതുപോലുള്ള മറ്റ് അഡ്വാൻസ് നീ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് എല്ലാം കൂടി ചേർത്ത് ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് ആയിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നത്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ രോഗിയുടെയും രോഗാവസ്ഥ അനുസരിച്ച് പ്രോപ്പർ അസസ്മെന്റിന് ശേഷം ഒരു കൂട്ടം വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ഫിക്സ് ചെയ്യുകയും പിന്നീട് അത് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ മുട്ടിനുള്ളിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും മസിൽസിന്റെ സ്ട്രെങ്ത് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരാനും പിന്നീട് നീ ജോയിന്റിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി നമുക്കിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പടികൾ കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതോടൊപ്പം ഈ പ്രശ്നം വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ആവശ്യമായുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അഡോപ്റ്റ് ചെയ്യുകയും അതോടൊപ്പം പ്രിവെന്റീവ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ രോഗിയുടെ രോഗാവസ്ഥ മാറ്റി ആരോഗ്യം മെച്ചപ്പെടുത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.